അച്ഛൻ എന്നും ഇങ്ങനെയാ? വൈകുവോ? ആ, ചില ദിവസം വന്നില്ലാന്നും വരും. കൂടുതലകത്ത് ചെന്നാ പിന്നെ എത്രടുത്ത് കിടന്നൊന്നും വരും. ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ? അർബൻ ബാങ്കിൽ നിന്ന് നോട്ടീസ് 3 തവണ വന്നിരുന്നു. ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കുന്നൊക്കെ മാനാട്ടക്കിടാവ് പറയണ കേട്ടു. അച്ഛൻ ഇനി കടം ചോദിക്കാനായി ബാക്കി ഏഴിലക്കരയിലെ ശിവനും മുണ്ടയ്ക്കലെ ഭഗവതി മാത്രമേ ഉള്ളൂ. കൊളപ്പുറത്തുകാരെ സഹായിക്കില്ലല്ലേ? നല്ല കഥയെ. ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ബാനേച്ചി? ഇത്ര നാറികള് ഈ ദേശത്തില്ല. രണ്ടും കണക്കാ. ലീലയെടുത്തിയും വാസുവേട്ടനും. അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോ ചൂലെടുക്കാൻ തോന്നും. പറയുമ്പോ അമ്മയുടെ ബന്ധത്തിൽ ആകെയുള്ളത് അവര് മാത്ര. വരുന്ന വഴിക്ക് കണ്ടിരുന്നു. മുണ്ടയ്ക്കലെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാവും സുഭദ്രാമ്മയുടെ ഇപ്പോഴത്തെ ആളാ. നിനക്ക് സകല ന്യൂസും കിട്ടുന്നുണ്ടല്ലോടി. കൊളക്കടവിലെ ന്യൂസ് സർവീസ് എന്നാ. ഇതെന്താ എന്റെ അപ്പനെ ഈ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ ഞാൻ ചെയ്യേണ്ടത്? നീലകണ്ഠൻ, എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഇതങ്ങ് അവസാനിപ്പിച്ചൂടെ? പുണ്ണിക്കുത്തി വലുതാക്കിയ പിന്നെ അവിടെ വെച്ച് മുറിച്ചു കളയും. ഞാൻ അതിനും മടിക്കില്ല. ഒട്ടും മോശമല്ല നീലകണ്ഠനും, അറിയാലോ. ഉവ്വ്, അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതൽ നിനക്കല്ലേ അറിയാ. എടീ, പുഴുത്ത പട്ടിയെ പോലെ ആട്ടിപ്പായിച്ചപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓർമ്മ വേണമത്. ഒന്നും മറന്നിട്ടില്ല. പക്ഷേ ഞാനൊരുത്തി കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങിപ്പോയത്. വേണ്ട, കൂടുതൽ പുറകോട്ട് പോകണ്ട. അല്ലെങ്കിലും നിനക്കിപ്പോഴും കൂടെ അവനോടാണെന്ന് എനിക്കറിയാം. ഇതപ്പൊ നന്നായത്. അപ്പോഴേക്കും പിണങ്ങിയോ? നീ കണ്ടോടി, ചിലതൊക്കെ അടുത്തു തന്നെ നടക്കും. അയ്യോ, എന്താ ഇത്? കൃഷ്ണ, ബാബു, ഓടി വാടാ, ഓടി വാ. ബാബു, കൃഷ്ണ, ഓടി വാ. എന്നെ കൊണ്ടിട്ടാ. ഭാനുവച്ചി, എന്തത്? ആരെ തല്ലണേ? കുഞ്ഞീഷ്ണൻ നമ്പ്യാരും ആൾക്കാരുവാ. ഇവിടെങ്ങും കണ്ടിട്ടുള്ള ആളല്ല തല്ലുകൊള്ളണത്. പറയടാ നായിന്റെ മോനെ, ആരാണ് അതിനെ അയച്ചത്? ഇനിനെ തല്ലരുത്, തല്ലരുത്, കൊന്നോളായി ഞാൻ. വേണ്ട മോള്, മോള് വാ. വേണ്ട മോളെ, ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. മരിച്ചു എന്ന് ഉറപ്പാണോ? ആരെങ്കിലും ഒന്ന് വാ തുറക്കാൻ. 2-3 കുത്തുണ്ട്, ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നതല്ലേ തന്നോട് അബദ്ധം കാണിക്കരുതെന്ന്. നിവർത്തിയില്ലഞ്ഞിട്ടാ. കുത്തിയില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നന്. നീലകണ്ഠം തല്ലിയിട്ടുണ്ട്. വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട് ഇരുട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇത് നിങ്ങൾ 4 എരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലമാ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേര ഇപ്പൊ കൊലപാതകയാക്കി. രാത്രി പകലും കൂടെ നടക്കണം 4 ചേർന്ന്. നീല, നടക്കേണ്ടത് നടന്നു. ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക്. അതാ ബുദ്ധി.
ആള് തെക്കനാന്നാ കേൾവി. സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ. ഇനിയിപ്പൊ അകത്തായാൽ തന്നെ കൂടിയ 2-2.5 കൊല്ലം. ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണില്ലേ മോളില്? പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണുണ്ട്. എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവണിയാരെ? നീലകണ്ഠ പൈസ വാരി എറിയല്ലേ? സ്വന്തം അമ്മാവനെ കൊന്ന സ്ഥിതിക്ക് ശേഖരൻ കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ എനിക്ക്? എന്നെ പിടിക്കരുത്, എന്റെ അമ്മാവനെ. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു മിസ്റ്റർ ശേഖരൻ. പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം. അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം. ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശേഖരൻ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, ചില ഡീറ്റെയിൽസ് കിട്ടാൻ. ഞാൻ വരട്ടെ. എന്നാ നീലകണ്ഠൻ പറഞ്ഞ പോലെ. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. ഓർമ്മ വെച്ചോ. അതാണ് വീട്. വലിയ ഉപകാരം. ആരാ മോളേത്? അറിയില്ല, ഇങ്ങോട്ട് തന്നെയാ. പണിക്കർ സാറ്. ആരാര്? അച്ഛാ, വലിയ പ്രസിദ്ധനായ ഡാൻസറാ, ഡൽഹിയിലുള്ള. ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ ഈശ്വര. ഭാനുമതി എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. പഠിക്കൽ സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട്, അല്ല ഇവൾ എന്നോട് പറഞ്ഞു വരാ. തൊന്നെടുത്തോളൂട്ടെ. കലാമണ്ഡലം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. വൈകുന്നേരം കൊച്ചിയിലെത്തണ്ട. അപ്പോ ഞാൻ ഇത്തിരി ധൃതി കാണിച്ചാ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ. ഷൺമുഖംപിള്ള ഗുരു അടുത്ത സ്നേഹിതനാ. ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു. അമേരിക്കയില് ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാൻഡില. ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവിടെ ക്ലാസ് എടുക്കാം. പിന്നെ ഒരു വഴിക്ക് പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ പ്രോഗ്രാംസ്. എന്താ എന്താ മോളെ, പണിക്കർ സാറ് വലിയൊരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, വെറും ഒരു അധ്യാപികയായിട്ടല്ല, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം ഭാനുമതിക്ക് അവിടെ ഉണ്ടാവും. ഞാൻ ഇറങ്ങാണ്. ബന്ധപ്പെടാം. ചായ കുടിക്കാൻ ചായയോ ഇളനീരോ? ഒന്നും വേണ്ട. ഭാഗ്യം ചെയ്ത അച്ഛനാ. മോളുടെ കഴിവുകൾ ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. വരട്ടെ. ഈശ്വര.